إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഈയൊരു സമയം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ആമുഖ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയതുപോലെ പ്രൗഢമായൊരു സമ്മേളനത്തിൻ്റെ പ്രചരണ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു വിജ്ഞാന സദസ്സിലാണ് നമ്മളുള്ളത്. നമ്മുടെ നാടും നമ്മുടെ നഗരവും ഏറെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം മാതാവിനെ പോലും കൊല ചെയ്യാൻ മടി കാണിക്കാത്ത, സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞുമക്കളെ ക്രൂരമായി കൊല ചെയ്യാൻ മടി കാണിക്കാത്ത പിതാക്കളും തിന്മകളും അധർമ്മങ്ങളും നിറഞ്ഞാടുന്ന ഒരു സമൂഹത്തിനിടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്താണ് പരിഹാരം? പ്രശ്നങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഒരു കുടുംബ സംഗമം സംഘടിപ്പിച്ചാൽ പോലും ആളുകൾ 4 ഭാഗത്തു നിന്നും അവിടേക്ക് വരുന്നത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം അവിടെയുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടാണ്. എല്ലാ മനുഷ്യരും അസ്വസ്ഥരാണ്. നിരാശയിലും നിഷ്ക്രിയത്വത്തിലും ജീവിതം അവസാനിപ്പിക്കുന്ന നൂറുകണക്കിന് മനുഷ്യർ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെയാണ് പ്രശ്നങ്ങളുടെ മുമ്പിൽ എന്ത് സമീപനമാണ്,
ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ എന്ത് സമീപനമാണ് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടത് എന്ന് വളർന്നു വരുന്ന തലമുറയെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ, അത് എങ്ങനെ നന്നായി അതിന് ഏറ്റവും നല്ല ലൈഫ് കിട്ടുക എന്നത് അത് പറയേണ്ടത് അത് നിർമ്മിച്ച നിർമ്മാതാക്കളാണ്. അത് എങ്ങനെ ഉപയോഗിച്ചാലാണ് അതിന് നല്ല ലൈഫ് കിട്ടുക എന്ന് പറയേണ്ടത് അതിന്റെ നിർമ്മാതാക്കളാണ്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ ജീവിച്ചാലാണ് മനുഷ്യന് സ്വസ്ഥതയും സമാധാനവും ജീവിതത്തിൽ സംതൃപ്തിയും ലഭിക്കുക എന്ന് പറയേണ്ടത് മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യന്റെ മനസ്സിനെ സൃഷ്ടിച്ച ഏകനായ സർവാധിനാഥനായ റബ്ബാണ്. ആ റബ്ബ് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുകയാണെങ്കിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തെയും നമ്മുടെ കുടുംബ ജീവിതത്തെയും നമ്മുടെ സാമൂഹ്യ ജീവിതത്തെയും നമ്മൾ ക്രമപ്പെടുത്തുകയാണെങ്കിൽ, ഏകനായ സർവാധിനാഥനായ റബ്ബ് പറയുന്നുണ്ട്, എന്നിൽ നിന്ന് വല്ല മാർഗദർശനവും നിങ്ങൾക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ, ആരാണോ എന്റെ മാർഗദർശനത്തെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നത്, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ വേദനിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല, അവർക്ക് സംതൃപ്തകരമായൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, കുടുംബരംഗത്ത് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മക്കളുടെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ ഭാര്യയുടെ, ഭർത്താവിന്റെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പ്രശ്നകലുഷിതമായ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പരിഹാരം ഒന്നേയുള്ളൂ, ഏകനായ സർവാധിനാഥനായ റബ്ബിന്റെ കലിമത്തിലേക്ക് മടങ്ങുക. അങ്ങനെ മടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്നത്. നിങ്ങൾ നോക്കൂ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നൊരു സമൂഹം, ഇന്ന് കാണുന്ന സകല തോന്നിവാസങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ചരിത്രകാരന്മാർ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്നൊരു സമൂഹമായിരുന്നു. ചരിത്രകാരന്മാർ ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗമെന്ന് വിളിച്ചൊരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളെ ലോകത്ത് സമാനതകളില്ലാത്ത സമൂഹമായി ലോകത്തിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിവർത്തിപ്പിച്ചു. അതെങ്ങനെയാണ്? കള്ളിലും വ്യഭിചാരത്തിലും ജീവിച്ച ഒരു സമൂഹത്തെ ലോകത്ത് ഏറ്റവും നല്ല മാതൃകായോഗ്യമായ സമൂഹമായി പരിവർത്തിപ്പിച്ചത് എങ്ങനെയാ? അതിനുപയോഗിച്ച ഔഷധം എന്താ? അത് നമ്മൾ പഠിക്കണം. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. എല്ലാ സമൂഹങ്ങളിലേക്കും പ്രവാചകന്മാരെ ഞാൻ നിയോഗിച്ചിട്ടുണ്ട്. എന്തിനാ പ്രവാചകന്മാരെ നിയോഗിച്ചത്? ഒരു ഇസ്ലാമികമായ ഭരണം സംസ്ഥാപിക്കലാണോ പ്രവാചകന്മാരുടെ ലക്ഷ്യം? അതല്ല, ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് സംസ്കരിക്കലാണ് പ്രവാചകന്മാരുടെ ലക്ഷ്യം. ബിദ്അത്തിൽ നിന്ന് സുന്നത്തിലേക്ക് സംസ്കരിക്കൽ, അക്രമത്തിൽ നിന്ന് അക്രമരാഹിത്യത്തിലേക്ക് സമൂഹത്തെ സമുദ്ധരിക്കൽ, അനീതിയിൽ നിന്ന് നീതിയിലധിഷ്ഠിതമായ ജീവിതത്തിലേക്ക് സമൂഹത്തെ സമുദ്ധരിക്കൽ, ഇതാണ് പ്രവാചകന്മാരുടെ ഡ്യൂട്ടി. അതിന് ആ പ്രവാചകന്മാരുടെ ഡ്യൂട്ടി ഉപയോഗിച്ചത്, നിർവഹിച്ചത് എന്ത് ഔഷധം ഉപയോഗിച്ചാണ്? അതാണ് ഖുർആൻ പറയുന്നത്, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന വചനങ്ങളെ കൊണ്ടാണ് ഡാർക്ക് ഏജിലെ സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്ത സമൂഹമായി പരിവർത്തിപ്പിച്ചത്. പരിശുദ്ധ ഖുർആൻ കൊണ്ടല്ലാതെ ഒരു സമൂഹത്തെയും സംസ്കരിക്കാൻ സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ, ഈ ഖുർആൻ ലോകത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പരിവർത്തനം നമുക്കറിയാം. അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹാബത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര സഹാബത്തിന്റെ മനസ്സുകളെ പരിവർത്തിപ്പിച്ചു പരിശുദ്ധ ഖുർആൻ. ഈ പരിവർത്തനം സൃഷ്ടിച്ച പരിശുദ്ധ ഖുർആൻ കൊണ്ട് മാത്രമാണ് ലോകത്ത് പരിവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ, മനസ്സിലെ മാറ്റങ്ങൾക്ക് കാരണമാവുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഈ ഖുർആനുമായി നമ്മുടെ ബന്ധം എന്താണ്? നമ്മുടെ മഹല്ലിൽ, നമ്മുടെ പള്ളിയിൽ എല്ലാ തിങ്കളാഴ്ചയും ഖുർആനിന്റെ ക്ലാസ് നടക്കുന്നുണ്ട്. നമ്മളിൽ എത്ര പേർ പങ്കെടുക്കുന്നുണ്ട്? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഹാബത്തിനോട് പറയുന്നുണ്ട്, സഹാബിമാരെ,
ഇദാ മറച്ചും ബിരിയാദിൽ ജന്ന, നിങ്ങൾ റിയാദുൽ ജന്നയുടെ അടുത്തുകൂടെ നടന്നുപോയാൽ ആ റിയാദുൽ ജന്നയിൽ ഒന്ന് കയറി ആസ്വദിച്ചിട്ട് പോകണേ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോ അവിടുത്തെ സഹാബിമാർ ചോദിക്കുന്നുണ്ട്, അള്ളാന്റെ റസൂലേ, വമാ റിയാദുൽ ജന്ന യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ ഏതാണ് ആ റിയാദുൽ ജന്ന? റിയാദുൽ ജന്ന അങ്ങ് പരലോകത്തല്ലേ പ്രവാചകരെ, നിങ്ങൾ പറയുന്ന റിയാദുൽ ജന്ന ഏതാണ്? ലോകത്തിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, ഹൽഖുൽ ഖുർആനിൽ കരീം, അത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കപ്പെടുന്ന സദസ്സുകളാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന സദസ്സാണ് റിയാദുൽ ജന്ന. ഇവിടെ ഇരിക്കുന്നവരോട് മനസ്സ് തുറന്ന് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലൊരു റിയാദുൽ ജന്നയുണ്ട്. ആ റിയാദുൽ ജന്നയിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ടോ? എന്റെ ഭാര്യ പങ്കെടുക്കുന്നുണ്ടോ? എന്റെ മക്കള് പങ്കെടുക്കുന്നുണ്ടോ? ഗൗരവതരമാണ്. പുതിയ കാലം എന്താണ്? പുതിയ കാലം എന്താണ്? വളർന്നു വരുന്ന മക്കളുടെ അവസ്ഥ എന്താണ്? ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ഒരു തലമുറയാണ് ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കളോട് സ്നേഹമില്ല, ബഹുമാനമില്ല, അധ്യാപകരോട് ബഹുമാനമില്ല, മാതാപിതാക്കളോട് തട്ടിക്കയറുന്ന, മാതാപിതാക്കളെ കൊല ചെയ്യാൻ മടി കാണിക്കാത്ത ഒരു തലമുറയായി ഇവിടെ വളർന്നു വരുന്നത്. ഇവരെ സംസ്കരിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ കൊണ്ടല്ലാതെ സാധ്യമല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്തുകൊള്ളണേ. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീറിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ആയത്തിന്റെ തഫ്സീറിലാണ് തഫ്സീറു സഅദിയിൽ കാണാം, വിഖായത്തുൽ അഹ്ലി വൽ ഔലാദ്, നമ്മുടെ ഭാര്യമാരെയും മക്കളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ആ ഉത്തരവാദിത്തം പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. എങ്ങനെയാണ് ഭാര്യമാരെയും മക്കളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത്? പണ്ഡിതന്മാര് പറയുന്നു, വബിതഅദീബിഹിം വബിതഅലീമിഹിം, അവർക്ക് ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്, അവർക്ക് ഇസ്ലാമിന്റെ സംസ്കാരങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, അവർക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ഭാര്യനെ മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത്. ഞാൻ ഖുർആൻ ക്ലാസ്സിലുണ്ട്, ഞാൻ പള്ളിയിലുണ്ട്, മക്കളില്ല. നിങ്ങൾ ആലോചിച്ചു, ഉമ്മ ഖുർആൻ ക്ലാസ്സിനുണ്ട്, മോളില്ല. ഭാര്യ ഖുർആൻ ക്ലാസ്സിനുണ്ട്, ഭർത്താവില്ല. ഭാര്യയും ഭർത്താവും ഖുർആൻ ക്ലാസ്സിനുണ്ട്, മക്കളില്ല. എങ്ങനെ നമ്മുടെ മക്കൾ നിന്നാകും പ്രിയപ്പെട്ടവരെ? പരിശുദ്ധ ഖുർആൻ കൊണ്ടല്ലാതെ ഒരു സമൂഹത്തിനെയും സംസ്കരിക്കാൻ സാധ്യമല്ല. ദീന് കൊണ്ടല്ലാതെ ഒരു സമൂഹത്തെ സംസ്കരിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ദീന് പഠിപ്പിക്കുന്ന സദസ്സുകളിലേക്ക് നമ്മൾ വരണം, നമ്മുടെ ഭാര്യമാര് വരണം, നമ്മുടെ മക്കള് വരണം. ദീനുള്ള വീടായി നമ്മുടെ വീട് മാറണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീ, അല്ലാഹുവിനെ ഓർക്കുന്ന വീട്, അവനെ ഓർക്കാത്ത വീട്. ഓർക്കുന്ന വീട് ജീവനുള്ള വീടാണ്, ഓർക്കാത്ത വീട് ജീവനില്ലാത്ത വീടാണ്. നമ്മുടെ വീട് ജീവനുള്ള വീടാണോ? നമ്മുടെ വീട് ജീവനില്ലാത്ത വീടാണോ? ആലോചിച്ച് നോക്കണം. അള്ളാനെ ഓർക്കുന്ന വീട് ജീവനുള്ള വീടാണ്, അള്ളാനെ ഓർക്കാത്ത വീടോ അത് ജീവനില്ലാത്ത വീടാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ വീട് ഏത് വീടാ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ലാ തജഅലൂ ബുയൂതകും മഖാബിറ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീടുകളെ ശ്മശാനങ്ങളാക്കരുതേ എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ വീടുകൾ ശ്മശാനങ്ങളാണോ? വിശുദ്ധ ഖുർആനിന്റെ പാരായണമില്ല, ദിക്റുകളില്ല, ദുആകളില്ല, നമസ്കാരമില്ലാത്ത സിനിമയും സീരിയലും മാത്രമുള്ളൊരു വീട്, അങ്ങനെ ഒരു വീടാണോ നമ്മുടെ വീട്? എന്നിട്ടോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്ന ശൈത്താൻ യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാച് ഇറങ്ങി ഓടുകയാണ്. ആരാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുഖ്യ ശത്രുവാര?
ഒരിക്കലും ഭർത്താവിന്റെ ഉമ്മയല്ല, ഒരിക്കലും ഭർത്താവല്ല, ഭർത്താവിന്റെ സഹോദരിമാരല്ല. നമ്മുടെ മുഖ്യ ശത്രുവെന്ന് പറയുന്നത് പിശാചാണ്, അവന്റെ കൂട്ടാളികളാണ്. എന്താണ് പിശാചിന്റെ പണി? മായുഫർരികൂന ബിഹി ബൈനൽ മർഇ വസൗജി, ഭാര്യയെയും ഭർത്താവിനെയും തെറ്റിക്കലാണ്, കുടുംബം കലക്കലാണ്. ആ പിശാചിന് ഒരിക്കലും വീട്ടിലേക്ക് കയറി വരാനുള്ള സൗകര്യം ഒരിക്കലും ചെയ്തു കൊടുക്കരുത് പ്രിയപ്പെട്ടവരെ. അവൻ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നാൽ അവൻ നമ്മളെയും നമ്മുടെ മക്കളെയും അവൻ തെറ്റിച്ചു കളയും. ഒരിക്കലും അവർ നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ നന്നാക്കാൻ അവൻ ശ്രമിക്കൂല. ശൈത്താൻ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ നമ്മളെ മക്കളെ തമ്മിൽ തെറ്റിക്കും, ഭാര്യയെയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കും. പിന്നെയോ മരുമക്കളെ അമ്മായിമാനെ തമ്മിൽ തെറ്റിക്കും. ചില അമ്മായിമാരുടെ പ്രശ്നം എന്താ അറിയോ? ചില മരുമക്കളോട് ഭയങ്കര ഇഷ്ടം, ചിലരോട് ഇഷ്ടമില്ല. ഇതൊക്കെ എന്താ? ശൈത്താൻ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ചിലപ്പോ അമ്മായിമാക്ക്, ചിലപ്പോ മരുമക്ക് തോന്നിയായിരിക്കും വെറുതെ തന്നെ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ശൈത്താൻ ഉണ്ടാക്കുന്ന പണിയാണ്. ശൈത്താന്റെ പണി എന്താണ്? കുടുംബം കലക്കലാണ്. ആ ശൈത്താൻ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി ഓടിക്കാൻ ഒരു പണിയുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ പാരായണം വേണം പ്രിയപ്പെട്ടവരെ. മാത്രമല്ല ഒരു മർഫൂആയ ഹദീസിൽ കാണാം, പഠിച്ചു വെക്കണം പ്രിയപ്പെട്ടവരെ ഈ വചനങ്ങൾ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മർഫൂആയി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം, ഇന്നൽ ബൈത്ത് ലയത്തസിഉ അലാ അഹ്ലിഹി, വീടെത്ര ചെറുതാണെങ്കിലും ആ വീട്ടിന്റെ ഉള്ളിൽ അല്ലാഹു ഒരുപാട് സമാധാനം കൊടുക്കും, വിശാലത കൊടുക്കും. നിങ്ങൾ നോക്ക്, ചെറിയ വീടാണ്, പക്ഷെ ആ വീട്ടിന്റെ ഉള്ളിൽ എന്തൊരു സമാധാനമായിരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ റെയിൽവേന്റെ പാളത്തിന്റെ ഒക്കെ സൈഡിൽ ഈ താർപ്പായൊക്കെ കെട്ടി താമസിക്കുന്ന നൂറുകണക്കിന് മനുഷ്യന്മാരെ കാണാം. ഒരു മുഖത്ത് എന്തൊരു ചിരിയായിരിക്കും എന്നറിയോ? സന്തോഷം കണ്ടുള്ള ചിരിയാണ്. ഞാൻ പറഞ്ഞല്ല, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നുണ്ട്, വീടെത്ര ചെറുതാണെങ്കിലും ആ വീട്ടിന്റെ ഉള്ളിൽ അള്ളാഹു സമാധാനം പകർന്നു കൊടുക്കുന്നതാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ആ വീട്ടിൽ മലക്കുകളുടെ സാന്നിധ്യമുണ്ട്, റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. വീണ്ടും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ആ വീട്ടിൽ നിന്ന് പിശാച് ഇറങ്ങി ഓടുകയാണ്. 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ. വീടെത്ര ചെറുതാണെങ്കിലും വീട്ടിൽ സമാധാനമുണ്ടാകും, അവിടെ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകും, പിശാച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടും. 4-മതായി പ്രവാചകൻ പറയുന്നു, വയക്ഫുറു ഖൈറാ, നന്മകൾ അധികരിച്ചു വരുന്ന വീടാണത്. കയ്യിൽ പൈസ ഒന്നുമില്ല, കഷ്ടപ്പാടില്ല, വാടക വീട്ടിലാ താമസിച്ചത് അല്ലേ. കല്യാണമൊക്കെ കഴിഞ്ഞൊരു കുഞ്ഞൊക്കെ ഉണ്ടായി, കുഞ്ഞ് വലുതായി, പഠിച്ചു വലുതായി, ജോലി കിട്ടി, ഒരു 5 സെന്റ് സ്ഥലം വാങ്ങി, വീട് വെച്ചു അല്ലേ. അപ്പൊ 2-മത്തെ മോനും കൂടെ വലുതായി, ഒരു 5 സെന്റ് കൂടെ വാങ്ങി, വീടിന് 2-മത് നിലയെടുത്തു, ഒരു വാഹനം വാങ്ങി, ചുറ്റുമതിൽ കെട്ടി. ബറക്കത്ത് വരും. ഏത് വീട്ടിൽ നിന്നറിയോ? ഏത് വീട്ടിലാ? ഈ യുഖറഉ ഫീഹിൽ ഖുർആൻ, പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ പരിശുദ്ധ ഖുർആനിന്റെ പാരായണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, വീട്ടിലുണ്ടെങ്കിൽ ബറക്കത്ത് വരുമെന്ന് പറയുന്നത് ജീവിതത്തിൽ ഇന്നുവരെ നുണ പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാൻ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ബറക്കത്ത് വേണോ? വീട്ടിൽ മലക്കുകളുടെ സാന്നിധ്യം വേണോ? വീട്ടിൽ നിന്ന് നിങ്ങളെ കുടുംബത്തെ കലക്കി കളിയുന്ന, കുടുംബം തെറ്റിച്ചു കളിയുന്ന ശൈത്താനെ വീട്ടിൽ നിന്ന് ഇറക്കി ഓടിക്കാൻ നിങ്ങൾക്ക് സാധിക്കണോ? വിശുദ്ധ ഖുർആനിന്റെ പാരായണം വേണം. ഞാൻ പറഞ്ഞല്ല, വഹിയുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നിവിടെ ഖുർആൻ ഓതാൻ സമയം, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉമ്മ എന്താ പറയുന്നറിയാം? മക്കളോട് എടുക്കടാ ഖുർആൻ. എന്നിട്ട് ഉമ്മ എന്താ ചെയ്യുക? ഉമ്മന്റെ കയ്യിൽ വാപ്പൊരു സാധനം വാങ്ങി കൊടുത്തിട്ടുണ്ട്, ഇതും എടുത്തിട്ട് അങ്ങോട്ട് പോകും. ഇത് നേരെ തിരിച്ചുണ്ട്. വാപ്പാരും മക്കളോട് പറയും ഖുർആൻ എടുക്കണമെന്ന് പറയും. വാപ്പ ഖുർആൻ എടുക്കൂല, ഉമ്മയും ഖുർആൻ എടുക്കൂല. എങ്ങനെയാ നമ്മളെ മക്കള് നന്നാകുക? വേദന കൊണ്ട് പറയാണ്, സങ്കടം കൊണ്ട് പറയാണ്. ഇനിയോ ഈ വചനത്തിന്റെ 2-മത്തെ ഭാഗത്തിൽ നമ്മളെ പഠിപ്പിക്കപ്പെടുന്നത് എന്താണ്? ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, വഇന്നൽ ബൈത്ത് ലയദീഖു അലാ അഹ്ലിഹി, വീടെത്ര വിശാലമാണെങ്കിലും, ഏത് സൗകര്യമുള്ള വീടാണെങ്കിലും ആ വീട്ടിന്റെ ഉള്ളിൽ ഖബറിന് സമാനമായ ജീവിതമാണ്. അവിടെ നോക്ക്, വലിയ സൗകര്യമുള്ള വീടാണ്, ശീതീകരിച്ച റൂമുണ്ട്, AC ഉള്ള റൂമുണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട്, 2 നിലയുണ്ട് അല്ലേ, ഡൈനിങ് ഹാളുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, സംവിധാനങ്ങളുണ്ട് അല്ലേ. അങ്ങനത്തെ ഒരു വീട്. പക്ഷെ വീട്ടിന്റെ ഉള്ളിലുള്ള ജീവിതം എന്താ അറിയോ? ഖബറിന് സമാനമായ ജീവിതം.
എന്നിട്ടോ നബി തങ്ങൾ പറയുന്നു വതഹ്ജുറുഹുൽ മലായിക, മലക്കുകൾ വിട്ടൊഴിഞ്ഞു പോകുന്ന വീടാണ്, റഹ്മത്തിന്റെ മലക്കുകൾ ഓടിപ്പോകുന്ന വീടാണ്, റഹ്മത്തിന്റെ മലക്കുകൾ ഒഴിഞ്ഞു പോകുന്ന വീടാണ്. വതഹ്ദുറുഹുശ് ശയാത്തീൻ, പിശാചുക്കൾ ഇറങ്ങി വരുന്ന വീടാണ്. ഒരുപാട് നന്മകളുള്ള വീടായിരുന്നു, ഒരുപാട് ബറക്കത്തുള്ള വീടായിരുന്നു. പക്ഷേ വയഖില്ലു ഖൈറാ, നന്മകൾ ഓരോന്നായി കുറഞ്ഞു വരുന്ന വീടാണത്. ഏത് വീടാണത്? വഅല്ലാ യുഖറഉ ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം നടക്കാത്ത വീടാണത്. ആലോചിക്കണം, ഖുർആൻ, വീട്ടിൽ ഖുർആനില്ലേ, ഒരു ബറക്കത്തും നമ്മളിൽ ഉണ്ടാവില്ല, നമ്മുടെ മക്കളിൽ ഉണ്ടാവില്ല. ഇത് വഹയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അറിയോ? നമ്മളെ മക്കൾ നന്നാകണം, നമ്മൾ നന്നാകണമെങ്കിൽ ഖുർആൻ ഓതണം, നമ്മൾ ഖുർആനിന്റെ അഹ്ലുകാരാകണം. ഇനി മാത്രമല്ല പ്രിയപ്പെട്ടവരെ, വീട്ടിലേക്ക് കയറി വരുമ്പോൾ നബി തങ്ങൾ പഠിപ്പിച്ചില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, വീട്ടിലേക്ക് കയറുമ്പം ബിസ്മില്ലാ എന്ന് ചൊല്ലിയിട്ടേ വീട്ടിലേക്ക് കയറാൻ പാടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ പിശാച് പറയുന്നു ഇവിടെ താമസിക്കാൻ സൗകര്യമില്ല. ഭക്ഷണം കഴിക്കുമ്പം ബിസ്മി ചൊല്ലുമ്പോ പിശാച് പറയുന്നു ഇന്നിവിടെ കഴിക്കാനുള്ള ഭക്ഷണവുമില്ല. പക്ഷേ ഇന്ന് പല വീടുകളും പിശാചിന് ഊണവും ഉറക്കവും കൊടുക്കുന്ന വീടുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പല വീടിന്റെ സ്ഥിതി എന്താ അറിയോ? പിശാചിന് ഊണും ഉറക്കമൊക്കെ കൊടുക്കുന്ന, സൗകര്യം ചെയ്തു കൊടുക്കുന്ന വീടായിട്ട് നമ്മുടെ വീട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നമ്മുടെ വീട്ടിൽ ബറക്കത്ത് ഉണ്ടാകുക? ആ വീട്ടിൽ താമസിക്കുന്ന വ്യക്തികളിൽ എങ്ങനെയാ ബറക്കത്ത് ഉണ്ടാകുക? ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യണം? നമ്മളൊന്ന് മാറി ചിന്തിക്കണം. നമുക്ക് ഖുർആനുമായിട്ട് ബന്ധം വേണം. എന്നുണ്ടല്ലോ, പടച്ചോൻ എവിടെ നമ്മളെ രക്ഷപ്പെടുത്തും? പടച്ചോൻ്റെ ബറക്കത്ത് നമുക്ക് ഉണ്ടാകും. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടിയിലിങ്ങനെ പോകുമ്പോൾ എൻ്റെ കൂടെ ഞങ്ങളെ പള്ളിയിലെ ഖത്തീബ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പള്ളിയിലെ ഖത്തീബ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ, എന്നത് പറഞ്ഞു, കഴിഞ്ഞ റമദാനിൽ അവസാനത്തെ വെള്ളിയാഴ്ച എൻ്റെ നാട്ടിൽ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് പിരിവ് നടത്തിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണ്? ഇപ്പോൾ പറഞ്ഞു അയാൾക്ക് ക്യാൻസർ വന്നിട്ട് പാൻക്രിയാസ് അതെടുത്ത് ഒഴിവാക്കിയതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു പാൻക്രിയാസ് എടുത്ത് ഒഴിവാക്കിയാൽ എന്താണ് പ്രശ്നം ഉണ്ടാകുമെന്ന് ചോദിച്ചു. പാൻക്രിയാസിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ വയറിലേക്ക് എത്തുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ ഒരു പ്രത്യേകമായ ദ്രാവകം ഉൽപ്പാദിപ്പിക്കലാണ്. പാൻക്രിയാസ് എടുത്ത് ഒഴിവാക്കിയതോടുകൂടി ഒരു വറ്റ്, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ കേട്ടോ, നമ്മൾ കഴിക്കുന്ന ഒരു വറ്റില്ല, വറ്റ് വയറിലേക്ക് എത്തിയാൽ ദഹിക്കണമെങ്കിൽ ഒരു ഗുളിക കുടിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ചു, പടച്ചോൻ്റെ ബറക്കത്തില്ലാതെ റഹ്മത്തില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? എല്ലാ പ്രഭാതത്തിലും നമ്മൾ പറയുന്നത് എന്താ പ്രിയപ്പെട്ടവരെ? യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിക്കുന്ന റബ്ബേ, എല്ലാം നിയന്ത്രിക്കുന്ന റബ്ബേ, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ ഇതാ നിന്നോട് സഹായം തേടുന്നു. വഅസ്ലിഹ് ലീ ശഅനീ കുല്ല, ഞങ്ങളെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരണം റബ്ബേ. വലാ തകിൽനീ ഇലാ നഫ്സീ തറഫത ഐൻ, ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം പോലും പടച്ചോനെ എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കല്ല പടച്ചോനെ, എനിക്കെന്നെ നോക്കാൻ പറ്റൂല പടച്ചോനെ എന്ന് പ്രഖ്യാപിക്കുന്നവരാ നമ്മളെല്ലാവരും. ഒരു സെക്കൻഡ് പടച്ചോനെ നിന്റെ സഹായം ഇല്ലാതെ, നിന്റെ ബറക്കത്തില്ലാതെ, നിന്റെ റഹ്മത്തില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് പ്രഖ്യാപിക്കുന്നവരാ നമ്മൾ. ആ ബറക്കത്ത് നമുക്ക് കിട്ടാനുള്ള വഴി എന്താ അറിയോ? ഖുർആനിനോട് ചേർന്ന് നിൽക്കാൻ, വീട്ടിൽ ഖുർആൻ ഉണ്ടാകുക, റെഡിയാവും. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയണമെന്നറിയോ? നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത്, ഇപ്പം പുതിയ കാലത്ത് നമ്മുടെ കുട്ടികളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് പ്രശ്നത്തെ നിങ്ങൾ പരിശോധിച്ചു, ലഹരിയാകട്ടെ, ലഹരിയാകട്ടെ, സ്വവർഗരതിയാകട്ടെ, എന്ത് കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാലും അതിൻ്റെ ഒക്കെ പിന്നിൽ ചെല്ലുമ്പോൾ ചില ആശയങ്ങളാണ് ഇവർക്ക് ഇത് ചെയ്യാൻ പ്രേരണ നൽകുന്നത്. അതെന്താണ്? ലിബറലിസമാണ്. ലിബറലിസം സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താ അറിയോ? ജീവിതം ഒന്നേ ഉള്ളൂ എന്നുള്ള, മരണത്തിന് ശേഷം ഒരു ജീവിതമൊന്നുമില്ല, ജീവിതം ഇത് മാത്രമേ ഉള്ളൂ എന്ന കൺസെപ്റ്റാണ് പുതിയ തലമുറയെ തിന്മകളിലേക്ക് എത്തിക്കുന്നത്. ഞാൻ വെറുതെ പറയല്ല. ഇങ്ങോട്ട് നോക്ക്, കള്ളുടിക്കുന്ന മോനോട് പറഞ്ഞോക്ക്, മോനെ കള്ളുടിക്കൽ എന്തിനാ കുടിക്കുന്നത്? മോന്റെ കരള് പോകും എന്ന് പറഞ്ഞാൽ മോൻ എന്താ പറയാന്നറിയോ? എന്റെ കരള് പോയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ, ആകെ എത്ര കാലം നമ്മളിവിടെ ജീവിക്കുള്ളൂ, ഇതന്നെയാ ജീവിതം ഉള്ളൂ, അതുകൊണ്ട് അഴിച്ച് പൊളിച്ച് ജീവിക്കണം. ഇതാ പുതിയ കുട്ടികൾ പറയുന്നത്. അവരോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റിക്കണം. പ്രിയപ്പെട്ട ഉമ്മമാരെ,
പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം, പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റണം. മക്കളെ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അതാണ് യഥാർത്ഥ ജീവിതമെന്ന് വളർന്നു വരുന്ന തലമുറയെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. മക്കളെ, മരിക്കും ഒരു ദിവസം. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു. നമ്മൾ ജനിച്ചെന്നാ, നമ്മളെന്നാ ജനിച്ചത്? അതിന്റെ മുമ്പ് നമ്മൾ ആരായിരുന്നു? നമ്മളെ മക്കളോട് ചോദിക്കണം. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ ആരായിരുന്നു? 50 വയസ്സായെങ്കിൽ 40 വയസ്സായെങ്കിൽ നമ്മളെ മക്കളോട് നമുക്ക് ചോദിക്കാം, മക്കളെ നമ്മൾ ആരായിരുന്നു? ഹല്ലതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ. 50 കൊല്ലം മുമ്പ് നമ്മൾ എവിടെയായിരുന്നു പ്രിയപ്പെട്ടവരെ? നമ്മൾ ജനിക്കുന്നതിന്റെ 10 മാസം മുമ്പ് നമ്മൾ എവിടെയായിരുന്നു പ്രിയപ്പെട്ടവരെ? ഉമ്മാന്റെ ഗർഭപാത്രത്തിലായിരുന്നു പ്രിയപ്പെട്ടവരെ. സൂറത്തുൽ മുഅ്മിനൂനിലൂടെ മനോഹരമായത് വിശദീകരിക്കുന്നുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما. ഉമ്മന്റെ വയറ്റിലായിരുന്നു. ഉമ്മന്റെ വയറ്റിൽ ഇവിടെ നോക്ക്, ചവച്ചരച്ചൊരിറച്ചീനെ പോലെ ഉമ്മന്റെ വയറ്റിൽ. അതിൻ്റെ ഇടയിൽ എല്ലുകൾ കൊടുത്തു, ആ എല്ലിനെ മാംസം കൊണ്ട് പൊതിഞ്ഞു. എന്നിട്ടോ എല്ലാം കൊടുത്തിട്ട് പടച്ചോൻ ഭൂമിയിലേക്ക് പ്രസവിപ്പിച്ചു. അല്ലേ? ഒരു പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടിയായി നമ്മളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ഖുർആൻ പറയുന്നുണ്ട്, വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഉമ്മന്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന സമയം നീ ഒന്നും അറിയാത്ത, നിനക്കൊന്നിനും കഴിയാത്ത കാലഘട്ടമായിരുന്നു. നിങ്ങൾ ആലോചിച്ചു, ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ അതിന്റെ കുഞ്ഞിനെ അതിന്റെ അമ്മ നാവ് കൊണ്ടൊന്ന് നക്കി തുടച്ചാൽ അത് മെല്ലെ എഴുന്നേറ്റ് അതിന്റെ അമ്മയുടെ അകടിൽ വന്നിട്ട് പാല് കുടിക്കും. നമ്മൾ ജനിച്ചു കഴിഞ്ഞാലോ, ഖുലിഖൽ ഇൻസാനു ലഈഫാ. മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് ദുർബലനായിക്കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. ജനിച്ചു വീണ ഞാനും നിങ്ങളും ഉമ്മയെടുത്താലേ, ഉമ്മയുടെ മാറിലേക്ക് ചേർത്ത് വെച്ചാലേ ഉമ്മയുടെ പാല് കുടിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അത്രയും ദുർബലരായിരുന്നു പ്രിയപ്പെട്ടവരെ. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളായത്, സംസാരിക്കുന്ന ഞാനായത്? അല്ല പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അല്ല കാണാനുള്ള കണ്ണ് നൽകിയില്ലേ? അല്ല കേൾക്കാനുള്ള ചെവി നൽകിയില്ലേ? അല്ല ചിന്തിക്കാനുള്ള ഹൃദയം നൽകിയില്ലേ? അല്ല ശ്വസിക്കാനുള്ള വായു നൽകിയില്ലേ? അല്ല കുടിക്കാനുള്ള വെള്ളം നൽകിയില്ലേ? അല്ല ആകാശത്തെ മേലാപ്പായി സംവിധാനിച്ചില്ലേ? അവിടെ സൂര്യനെയും ചന്ദ്രനെയും ഗാലക്സികളെയും സംവിധാനിച്ച് നിന്റെ ജീവനാവശ്യമായ സകലതും ഈ ഭൂമിയിൽ അല്ല നിനക്ക് വേണ്ടി ചെയ്തു തന്നില്ല മോനെ. എന്തിനാ ഇത് ചെയ്തു തന്നതെന്നറിയുമോ? ലഅല്ലകും തഷ്കുറൂൻ. നീ നന്ദി കാണിക്കുന്ന ഒരു അടിമയായി തീരാനാണ്, അല്ല ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുന്ന ആളുകളായി തീരാനാണ് പടച്ചോൻ ഇതൊക്കെ നമുക്ക് തന്നത്. ഇവിടെ നോക്ക്, ഇതൊക്കെ തന്നു. കണ്ണ് തന്നു, കാത് തന്നു, കാല് തന്നു. ഇവിടെ ആലോചിച്ചു, ഇതൊക്കെ എന്തിനാ പടച്ചോൻ തന്നത്? ഇപ്പൊ കഴിഞ്ഞ 3 മാസം മുമ്പേ മെമ്പർമ കയറുമ്പേ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് തിരൂര്, ഷമീർക്ക എന്ന് പറയും. ഷമീർക്ക് വന്നിട്ട് പറഞ്ഞു, അയിസ്ക ഇന്ന് എൻ്റെ പെങ്ങളെ മോക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. ഇപ്പോൾ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ക്യാൻസർ വന്നിട്ട് കീമോ ചെയ്തുകൊണ്ടിരിക്കുക. കീമോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പിന്നെ കീമോൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് അന്നനാളം ചുരുങ്ങിപ്പോയി. എന്നിട്ട് അവൻ പറഞ്ഞെന്തറിയാം? പിന്നെ രണ്ടാമത് അടുത്ത വാചകം പറയുമ്പോൾ എന്നോട് ഇരുന്നിട്ടാണ് പറഞ്ഞത്, കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു, ഒരു ഗ്ലാസ് ജ്യൂസ് അടിച്ച കഞ്ഞിവെള്ളം വയറിലേക്ക് എത്തണമെങ്കിൽ 1.5 മണിക്കൂർ ടൈം എടുക്കും. നിങ്ങൾ ആലോചിച്ചു, ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം വയറിലേക്ക് എത്തണമെങ്കിൽ 1.5 മണിക്കൂർ ടൈം എടുക്കും. ഇവിടെ ഇരിക്കുന്നവരോട് മനസ്സ് തുറന്ന് ചോദിക്കാൻ, നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ഇതൊക്കെ ആരാ നമുക്ക് തന്നത്? ഇതൊക്കെ എന്തിനാ നമുക്ക് തന്നത്? അല്ലാഹ് പറയാൻ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅ്ബുദൂൻ.
മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നെ മാത്രം ആരാധിക്കുവാനല്ലാതെ. എന്താണ് പ്രിയപ്പെട്ടവരെ ആരാധന എന്ന് പറഞ്ഞാൽ? അള്ളാഹു ഇഷ്ടപ്പെട്ട വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും പറയുന്ന പേരാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. എന്തിനാ ഈ ജീവിതം നൽകിയത്? എന്തിനാ കണ്ണ് നൽകിയത്? എന്തിനാ കാല് നൽകിയത്? എന്തിനാണ് പാൻക്രിയാസ് നൽകിയത്? എന്തിനാണ് മനോഹരമായ ഈ ആകാര ഭംഗി ഏകനായ സർവാധിനാഥനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും നൽകിയത്? അവൻ ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കാനാണ്. 5 നേരം നിസ്കരിക്കുന്ന ജീവിതം നയിക്കാൻ, പടച്ചോന് ഇഷ്ടമുള്ള ഒരു ജീവിതം നയിക്കാൻ. ഇനി നമ്മളോട് ചോദിച്ചു നോക്കുക, എൻ്റെ ജീവിതം ഇതൊക്കെ എനിക്ക് പടച്ചോൻ തന്നല്ലോ, എൻ്റെ ജീവിതം സത്യത്തിൽ പടച്ചോന് ഇഷ്ടപ്പെട്ട ജീവിതമാണ്. ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളോട് ചോദിച്ചു നോക്കുക, എനിക്ക് പടച്ചോൻ തന്ന ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ എനിക്ക് ശുക്ർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇവിടെ നോക്ക്, ആരാ നമ്മുടെ നേതാവ്? അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം രാത്രി ഉറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, ദരീനി ആയിഷ, എന്നൊന്ന് വിട്, ഞാനൊന്ന് എൻ്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യട്ടെ. അള്ളാഹിൻ്റെ റസൂലിനോട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂൽ നിങ്ങൾ പോവല്ലേ, എനിക്കൊന്നുകൂടെ നിങ്ങളെ കൂടെ കൊഞ്ചണം, എനിക്കൊന്നുകൂടെ നിങ്ങളൊന്ന് സന്തോഷിപ്പിക്കണം. അവിടെ നബിയെ പെട്ടെന്ന് പോവല്ലേ. അള്ളാഹിൻ്റെ റസൂൽ പറയാണ്, ആയിഷ എന്നെ വിട്, ഞാനൊന്ന് എൻ്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യട്ടെ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് നിസ്കരിക്കുകയാണ്. കാലിൽ നീര് വന്നിട്ടുണ്ട്, കണ്ണീര് വന്നിട്ട് താടി രോമങ്ങൾ നനഞ്ഞിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, നബിയേ, സകല പാപങ്ങളും പൊറുക്കപ്പെട്ടവരാണങ്ങ്, എന്തിനാണ് നബിയെ ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ട് നിസ്കരിക്കുന്നത് നബിയേ എന്ന് ലോകത്തിന്റെ നേതാവിനോട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ചോദിച്ചപ്പോ അള്ളാന്റെ റസൂലിന്റെ മറുപടി ഇതാണ് പ്രിയപ്പെട്ടവരെ. ആയിഷ, അഫലാ അകൂന അബ്ദൻ ശകൂറാ, ആയിഷ ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ? ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, ആരാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? നാളെ ആദ്യമായി സ്വർഗത്തിന്റെ വാതിൽ മുട്ടുന്നവരാരാ? സയ്യിദുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ ആരാണ് ഖബറിൽ നിന്ന് ആദ്യമായി എഴുന്നേറ്റ് വരുന്നത്? നാളെ ആരാണ് ഹൗദുൽ കൗസർ എന്ന് പറയുന്ന പാനീയം കുടിക്കാൻ അവസരം കൊടുക്കുന്നത്? നാളെ ആർക്കാണ് ശഫാഅത്തുൽ കുബറക്ക് അവസരം കൊടുക്കുന്നത്? അതിന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങൾ പറയാണ്, എന്താ പറഞ്ഞെന്നറിയോ? ആയിഷ ഞാനൊരു നന്ദി കാണിക്കുന്ന അടിമയാകണ്ട ആയിഷ. ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ഇനി നമ്മളിലേക്കൊന്ന് നോക്കുക. അള്ളാന്റെ റസൂൽ ഇങ്ങനെ ശുക്ർ കാണിച്ചെങ്കിൽ ഞാനും നിങ്ങളൊക്കെ 5 നേരത്തെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മുടെ സമീപനം എന്താ? നമ്മൾ നിസ്കാരത്തിന് വരികയെന്നറിയോ? മഗ്‌രിബിന് വന്ന 2 ഗുണുണ്ട്. ഒന്നെന്തറിയോ? ഞാൻ ഈ മഹല്ലിലെ മെമ്പറാണ് കേട്ടോ, ഞാൻ ഈ മഹലിൽ നിന്ന് വേറെ എവിടെയും പോയിട്ടൊന്നുമില്ല എന്ന് പറയാനാണ് വരുന്നത്. പിന്നെ വേറൊന്നെന്താ വെച്ചാൽ, കല്യാണ പ്രായത്തിൽ ചെക്കന്മാർ പള്ളിയിൽ വരും മഗ്‌രിബിന്. എന്താ? കല്യാണ ആലോചന വരുന്ന സമയത്ത് പള്ളിയിലെ സെക്രട്ടറിനോട് ചോദിക്കും, നിങ്ങളുടെ നാട്ടിലൊരു ചെക്കൻ ഉണ്ടല്ലോ, ഓനെ എൻ്റെ മോക്ക് കല്യാണം ആലോചിക്കാനാണ്, പള്ളിയിലൊക്കെ വരുന്ന ചെക്കനാണെന്ന് ചോദിക്കും. പറയാം, ഓൻ ഇവിടെ മഗ്‌രിബിന് ഉണ്ടാവലുണ്ട്, മഗ്‌രിബിനുണ്ടെങ്കിൽ ഓൻ ഫുൾ ടൈം ഇവിടെ ഉണ്ട് എന്നാണ് കൺസെപ്റ്റ്. ഇത് വലിയ പ്രശ്നമാണ്. ആകെ മഗ്‌രിബിനേ ഉള്ളൂ, ഇശാക്ക് പള്ളിയിൽ ആളില്ല, സുബൈക്ക് പള്ളിയിലില്ല, ഇതൊന്നുമില്ല. ഒരു കാര്യം മനസ്സിലായിക്കോളി, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നാളെ പരലോകത്ത് അള്ളാനെ സന്തോഷത്തോടു കൂടി കണ്ടുമുട്ടണമെങ്കിൽ 5 നേരത്തെ നിസ്കാരം എവിടുന്നാണോ വിളിക്കുന്നത് അവിടെ പോയി നിസ്കരിക്കണം. ഞാനല്ല പറഞ്ഞത്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞ വാചകം എന്താ അറിയോ? അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി നമസ്കരിക്കുക എന്ന നബി തങ്ങളുടെ ചര്യകളെ ആരെങ്കിലും ഉപേക്ഷ വരുത്തിയാൽ ലവലൽതും, നിങ്ങൾ പിഴച്ചു പോവുക തന്നെ ചെയ്യും. നമ്മൾ പിഴച്ചോകാൻ ശരിക്കും മനസ്സിലായിക്കോളൂ കേട്ടോ പുരുഷന്മാരെ. നമ്മള് ജീവിതത്തിൽ പിഴവ് വരാനുള്ള കാരണം എന്താ അറിയോ? ജമാഅത്ത് നിസ്കാരത്തിൽ നമ്മൾ പങ്കെടുക്കുന്നില്ല എന്നല്ല. നമ്മളെ മൊബൈലൊന്ന് എടുത്തു നോക്കി എന്നിട്ട് അതിൻ്റെ ഹിസ്റ്ററി ഒന്ന് എടുത്തു നോക്കി, നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്. ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. നമ്മളെ കുട്ടികൾ നോക്കിയിട്ട് കുട്ടികൾ പറയും, ബാപ്പ ഇന്നതൊക്കെ കാണുന്നുണ്ട്. അതെങ്ങനെയാണെന്നറിയോ? നിസ്കാരം റെഡിയാക്കട്ടെ. നിങ്ങളുടെ ആലോചിച്ച്, നമ്മുടെ സ്ക്രീൻ ടൈം എത്രയാ? നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുന്ന സമയം എത്രയാ? 8 മണിക്കൂർ 9 മണിക്കൂർ. എന്താ പണി? എന്താ നമുക്ക് മൊബൈൽ ഇത്ര പണി? ബെഡ്റൂമിൽ എത്തിയാൽ പോലും പല ഭാര്യമാരും പറയില്ല, എന്താ അറിയോ? ഈ സാധനം കണ്ടുപിടിച്ചോണ്ട് കിട്ടാൻ ഒരു ഏറ്റവും അടി കൊടുക്കേനു. കാരണം എന്താ? ഒരു സ്വസ്ഥതയില്ല. ബെഡ്റൂമിൽ എത്തിയാലും മൂപ്പര് 12 മണി വരെ ഇതിന്റെ മുകളിലാണ്. ഭാര്യനോട് സംസാരിക്കാൻ സമയമില്ല, ഭാര്യന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ സമയമില്ല.
അതിന് പരിഹാരം കണ്ടെത്താൻ സമയമില്ല, ഒന്ന് സന്തോഷം വെക്കാൻ സമയമില്ല. 24 മണിക്കൂർ മൊബൈലാണ്, വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ഉണ്ടാകണമെങ്കിൽ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നിസ്കാരം കറക്റ്റാകണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ലോകത്തിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിങ്ങൾ മുഴുകുകയാണെങ്കിൽ ഞാൻ നിന്റെ മനസ്സിലേക്ക് സമാധാനം നിറച്ചു തരാം. ഇബാദത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ മുഴുകുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് സമാധാനം നിറച്ചു തരാം. സമാധാനം തരാന്നല്ല കേട്ടോ പറഞ്ഞത്, ഞാൻ നിറച്ചു തരാം. നിങ്ങളുടെ മനസ്സിൽ സമാധാനം ഞാൻ നിറച്ചു തരാം. ഏത് ഇബാദത്തിൽ നിങ്ങൾ മുഴുകണമെങ്കിൽ, നിസ്കാരം, ഖുർആനോത്ത്, രാവിലത്തെ മൈമരത്തെ ദിക്ർ, ഇതൊക്കെ നമ്മളെടുത്തുണ്ടോ? പടച്ചു നമ്മുടെ മനസ്സിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ജോലിയിൽ ഒക്കെ പടച്ചോൻ ബർക്കത്ത് തരും, ഒരു സംശയമില്ല. എന്നിട്ട് വീണ്ടും പറയാണ്, നീ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എല്ല് മുറിയെ പണിയെടുത്താലും നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എല്ല് മുറിയെ പണിയെടുത്താലും പ്രശ്നങ്ങൾ തീരില്ല. പട്ടിണിയും പരിവട്ടവും തന്നെയാണ്. 1 ലക്ഷം മാസത്തിൽ ശമ്പളം വാങ്ങുന്നുണ്ട്, മാസം പകുതിയാകുമ്പോഴേക്ക് ആളുകളോട് കടം വാങ്ങുകയാണ്. എത്ര കിട്ടിയാലും മതിയാകുന്നില്ല, എത്ര കിട്ടിയാലും മതിയാകൂല. അതെന്താണെന്നറിയോ? പടച്ചോന്റെ ബർക്കത്തില്ല. ഇങ്ങോട്ട് നോക്കി 7000 റുപ്യ മാസത്ത് കിട്ടുന്ന അംഗനവാടി ടീച്ചർ എത്ര മനോഹരമായിട്ട് ജീവിക്കുന്നതെന്നറിയോ? 5000 റുപ്യ മാസത്തിൽ ശമ്പളം കിട്ടുന്ന മനുഷ്യന്മാര് എത്ര മനോഹരമായിട്ടാണ് ജീവിക്കുന്നതെന്നറിയോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര മനോഹരമായിട്ട് ജീവിക്കുന്നത്. അത് പടച്ചോൻ ഉള്ളതിൽ കൊടുക്കുന്ന ബർക്കത്താണ്. ആ ബർക്കത്ത് നമുക്ക് തരണമെങ്കിൽ നമ്മൾ ഇബാദത്ത് കറക്റ്റ് ആകണം. എന്തിനാ പറയണമെന്നറിയോ? സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, 40, 50, 60 കൊല്ലം കഴിയുമ്പോ അള്ളാഹു നിശ്ചയിച്ച ഒരു അവധി വന്നു കഴിഞ്ഞാൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകേണ്ടവരാണ് നമ്മള്. അള്ളാഹുവിന്റെ ഖുർആന് പറഞ്ഞില്ലേ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യുന്നതാണ്. എല്ലാവരും ഇവിടെ ജനിച്ചിട്ടുണ്ടോ? നമ്മളൊരു ദിവസം മരിക്കും. അതെന്നാ മരിക്കാൻ നമുക്കാർക്കും പറയാൻ പറ്റൂല. നിങ്ങളുടെ ആലോചിച്ച് നോക്ക്, കൊറോണ ടൈമിലൊക്കെ ചില മരണങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മളൊരിക്കലും ഇപ്പം ഇവിടെ തന്നെ നേരത്തെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ഇവിടുത്തെ പല പ്രമുഖരുടെയും പേരുകൾ പറഞ്ഞു. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരുടെ സ്വർഗം, അവരുടെ ഖബർ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റി കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, നിങ്ങളൊന്ന് ആലോചിച്ചു, ചില ആൾക്കാരൊക്കെ മരിച്ചാൽ നമ്മുടെ മനസ്സിന് ഇപ്പോൾ മാഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ട് കുറേ ആൾക്കാർ. അതെന്താ അറിയോ? അതെന്താ വെച്ചാൽ അവരുടെ മരണം അത്ര നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് മരണങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഈ മരണങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന എന്താണ്? പടച്ചോനെ, അയാൾ മരിച്ചു, എന്തായിരിക്കും അയാളുടെ സ്ഥിതി? എന്തായിരിക്കും അയാളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ? മക്കളുടെ സ്ഥിതി എന്തായിരിക്കും? അല്ലെ, നമ്മൾ എങ്ങനെയാ ചിന്തിക്കുക? പക്ഷെ നമ്മളെപ്പോഴെങ്കിലും, ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കാൻ, എപ്പോഴെങ്കിലും പടച്ചോനെ, ഞാൻ മരിച്ചാൽ എൻ്റെ സ്ഥിതി എന്തായിരിക്കും? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഇന്നമദ്ദുന്യാ മുർതഹിലത്തുൻ, ദുനിയാവ് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, ആഖിറത്ത് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നിനും അതിൻ്റെതായ ആളുകളുണ്ട്. എന്നിട്ട് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്, വലാ തകൂനു മിൻ അബ്നാഇദ് ദുന്യാ, നിങ്ങൾ ഒരിക്കലും ദുനിയാവിന്റെ സന്തതികളാകരുതേ. നിങ്ങൾ എപ്പോഴും ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാകണേ. ദുനിയാവിന്റെ സന്തതികളുണ്ട്, ആഖിറത്തിന്റെ സന്തതികളുണ്ട്. നിങ്ങൾ ഒരിക്കലും ദുനിയാവിന് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരാവരുത്, ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാകണം എന്ന് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു വചനം കാണാം. ആരാണ്? നമുക്കറിയാവുന്നൊരു വചനാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ്? മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ബുദ്ധിമാൻ? മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ബുദ്ധിമാൻ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞ മറുപടി എന്താ അറിയോ? അക്സറുഹും ലിൽ മൗതി ദിക്റ, മരണത്തെ ധാരാളമായി ഓർക്കുകയും വഹ്സനുഹും ലിമാ ബഅദ ഇസ്തിഅദാദ, മരണാനന്തര ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തവരാരോ അവരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ബുദ്ധിമാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിലുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. പ്രിയപ്പെട്ടവരെ,
മരണം എന്നത് കേൾക്കുമ്പോൾ മരിക്കുമെന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പച്ചയായി നിലനിർത്താൻ നമുക്ക് കഴിയണം. ഉമ്മ മരിച്ചപ്പോൾ, വാപ്പ മരിച്ചപ്പോൾ നമ്മളൊന്ന് സ്റ്റക്കായിട്ടുണ്ട്. ഒരു ദിവസം, അങ്ങനെ ഒരു ദിവസം എന്നെയും എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ 2 പലകളുള്ള കട്ടിലിൻ്റെ മുകളിൽ വെള്ളത്തുണി വിരിച്ച് കിടത്തും. നിങ്ങൾ ആലോചിച്ചു, എന്നെയും കിടത്തും. എന്റെ സുഹൃത്തുക്കൾ വരും, എന്റെ ബന്ധുക്കൾ വരും, എന്റെ ഭാര്യയെന്ന് എന്റെ മയ്യത്തിലേക്ക് 2 പേരുടെ തോളിൽ കൈയിട്ട് അന്ത്യചുംബനം നൽകാൻ വരും. അങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട്. നിങ്ങൾ ആലോചിച്ചോക്ക്. ഇനി ഞാൻ അങ്ങനെയൊക്കെ മരിച്ചു, നമ്മൾ അങ്ങനെയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ ചോദിക്കുകയാണ്, എൻ്റെ ഉമ്മൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മോനാണ് ഞാൻ. എൻ്റെ ഉമ്മ ചോദിക്കുകയാണ്, എന്താ ചോദിക്കുക? മയ്യത്ത് കുളിപ്പിക്കാനായില്ലേ? മയ്യത്ത് കഫൻ ചെയ്യാനായില്ലേ? മയ്യത്ത് പള്ളിക്ക് കൊണ്ടുണ്ടേ? മോനേന്ന് വിളിച്ച ഉമ്മ വിളിക്കുന്നത് മയ്യത്തേന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എനിക്ക് എത്രയും ഇഷ്ടപ്പെട്ട, ഉമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോനായിട്ട് പോലും ഉമ്മ ചോദിക്കുകയാണ്, മയ്യത്ത് കൊണ്ടുപോണ്ടേ, പള്ളി കൊണ്ടുപോണ്ടേ? എപ്പോഴാണ് കൊണ്ടുവന്നത്? വീട്ടിൽ വെക്കാൻ സമ്മതിക്കുമോ? ഇല്ല. ഞാനൊരു യാത്രയിൽ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അയാൾ യാത്രൻ്റെ ഇടയിൽ വഴിയിൽ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, വീട്ടിൽ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുകയാണ്. ഇപ്പോൾ ഭാര്യ ഹോസ്പിറ്റലിലാണ്. കുറേ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ മൂപ്പര് മനസ്സൊന്ന് ക്ലിയർ ആകാൻ വേണ്ടി എൻ്റെ കൂടെ കയറിയതാണ്. അങ്ങനെ വഴിയിലെത്തിയപ്പോൾ മൂപ്പര് മോള് വിളിക്കുന്നുണ്ട്. പറഞ്ഞു, നിങ്ങളൊന്ന് വരണം, ഉമ്മച്ചി ഉറങ്ങണില്ല, നിങ്ങൾ വന്നാലേ ഉറങ്ങുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്താ വെച്ചാൽ മൂപ്പര് അവിടുന്ന് വണ്ടി ഞാൻ നിർത്തി, എനിക്ക് പരിപാടിക്ക് എത്തണം. മൂപ്പര് അവിടെ നിന്ന് 2500 റുപ്യ വേണം. അങ്ങനെ വാടക കൊടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി, വണ്ടി വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്ന് ഭാര്യൻ്റെ അടുത്തിരുന്ന് കുറച്ച് വർത്താൻ പറഞ്ഞ ഭാര്യൻ്റെ കൂടെ കിടന്ന് ഭാര്യ ഉറങ്ങി. അങ്ങനെ അവർ 2 മാസത്തിന് ശേഷം അവർ മരിച്ചപ്പോൾ അവരുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ മയ്യത്തിൻ്റെ അടുത്ത് മുപ്പരിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുപ്പരത്ത് ചെന്നപ്പോൾ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ സമാധാനപ്പെടുത്താൻ എന്നോട് പറഞ്ഞു, എന്നാൽ കണ്ടില്ലേ നമ്മൾ പരിപാടിക്ക് പോകുമ്പോൾ വിളിച്ചത്, ഉറക്കം കിട്ടിയിട്ട് കൂടെ ഒന്ന് കിടന്നുകൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചത്. ഞാൻ വന്ന് കുറച്ചു നേരം കിടന്നപ്പോൾ അവൾ ഉറങ്ങി. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുകയാണ്, ഉസ്താദേ മരിച്ചു, ഇനി എനിക്ക് പോയി കിടന്നുകൊടുക്കാൻ പറ്റും? അയാൾ അതോടുകൂടി അയാളുടെ കണ്ണിലങ്ങനെ വെള്ളം നിറഞ്ഞു. അവിടെ നാലിച്ചു, നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ ഖബറ് വരെ, അതിൻ്റെ അപ്പുറത്തൊക്കെ നമുക്ക് പോകാൻ പറ്റില്ല. ഖബറിലേക്ക് നമ്മുടെ ഉമ്മനെ വെക്കും, നമ്മളെ വെക്കും. എന്നിട്ടോ അവിടെ കല്ല് വെച്ച് പലക വെച്ച് മണ്ണിട്ട് മൂടി എല്ലാവരും പോരും. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അവിടെ 2 മലക്കുകൾ കയറി വരും, 2 മലക്കുകൾ കടന്നു വരും. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ലോകത്തിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, മലക്കുകൾ വന്നിട്ട് ചോദിക്കും, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? മൻ നബിയുക, ആരാണ് നിന്റെ നബി? മാ ദീനുക, ഏതാണ് നിന്റെ ദീന്? ഈ മലക്കുകളുടെ ചോദ്യത്തിന് പ്രിയപ്പെട്ടവരെ, ഈ മഹല്ലിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോൾ എന്റെ റബ്ബ് അള്ളയാണെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പം എന്റെ റബ്ബ് അള്ളയാന്ന് പറയുമ്പോൾ മലക്കുകൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയോ? നിന്റെ റബ്ബിനെ നീ എങ്ങനെയാണ് അറിഞ്ഞത്? അപ്പം നമ്മൾ പറയാൻ എന്താ അറിയോ? എല്ലാവരും അല്ലാ അല്ലാ എന്ന് പറഞ്ഞു കേട്ടു, അങ്ങനെ ഞാനും പറഞ്ഞതാ, അല്ലാതെ പഠിച്ചിട്ട് പറഞ്ഞൊന്നല്ല. നിങ്ങൾ ആലോചിക്കണം. അല്ലാ ആരാ നിന്റെ റബ്ബെന്ന് ചോദിക്കുമ്പോ അല്ലാ നമ്മൾ മറുപടി പറഞ്ഞു. മലക്കുകൾ ചോദിക്കും, എങ്ങനെയാ മനസ്സിലായത്? അപ്പൊ നമ്മൾ പറയും, എല്ലാരും പറയുന്നത് കേട്ടിട്ട് പറഞ്ഞതാണ്. അപ്പൊ അല്ലാ പറയാണ്, മലക്കുകൾ പറയാണ്. നിങ്ങൾ ആലോചിക്കണം. നമ്മൾ അല്ലാ എന്ന് പറയുന്നൊരു പദം, ജലാലത്തിന്റെ ഇസ്മ നമ്മൾ പറയുന്നുണ്ടല്ലോ, അതിൻ്റെ അർത്ഥം എന്താണ്? ആരാണ് അല്ലാഹ്? എന്നെ സൃഷ്ടിച്ചവനാണ്, എന്നെ പരിപാലിക്കുന്നവനാണ്. എത്ര പേർക്കറിയാം? ആർക്കറിയാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്ന്, എന്താണ് ദീനെന്ന്? ഈ 3 കാര്യങ്ങളും നമ്മൾ പഠിക്കണം പ്രിയപ്പെട്ടവരെ. ജീവിതത്തിലെ ഉള്ള കാലം കൊണ്ട്, 40 കൊല്ലമാണെങ്കിൽ ആ ഉള്ള കാലം കൊണ്ട് നമ്മൾ പഠിക്കണം. നിങ്ങൾ നോക്ക്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി 3 കാര്യങ്ങൾ പഠിക്കാൻ പറയുന്നുണ്ട്. ഒന്ന്, മഅരിഫത്തുൽ അബ്ദി റബ്ബഹ്,
മഅരിഫത്തുൽ അബ്ദി നബിയ്യ, മഅരിഫത്തുൽ അബ്ദി ദീന. 3 കാര്യം നമ്മൾ പഠിക്കണം. ഒന്ന് അള്ളാഹിനെ പറ്റി പഠിക്കണം, ദീനിനെ പറ്റി പഠിക്കണം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പഠിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരിച്ച് ഖബറിലേക്ക് ചെന്നാൽ സന്തോഷപൂർവ്വം നമ്മളെ മലക്കുകൾ സ്വീകരിക്കുകയും രാവിലെയും വൈകുന്നേരവും സുസ്മേരവദനന്മാരായ മലക്കുകളെ കണ്ടുകൊണ്ട് സ്വർഗീയ അനുഭൂതികൾ ആസ്വദിച്ചുകൊണ്ട് ഖബറിൽ കിടക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ആരാണ് റബ്ബെന്ന് പഠിച്ചേ മതിയാവുകയുള്ളൂ. ലോകത്തിന്റെ പ്രവാചകൻ ആരാണെന്ന് അറിഞ്ഞേ മതിയാവുകയുള്ളൂ. ദീനിന്റെ ബാലപാഠങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയേ മതിയാകുള്ളൂ. അതിനാണ് ഖുർആൻ ക്ലാസ്. അതിൽ നമ്മൾ വരണം. നമ്മൾ വന്നാൽ പോരാ, മക്കളെയും കുടുംബക്കാരൊക്കെ കൊണ്ടുവരണം. എല്ലാവരും ദീന് പഠിക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥ വരണം. കാരണം എന്താ അറിയോ, മരിച്ചിട്ട് പടച്ചവന്റെ മുമ്പിലേക്ക് പോകാനുള്ളതാണ്. ഇനി മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ അടുത്തൊരു കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളതെന്നറിയോ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് നമ്മുടെ മക്കളെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ വളരുന്ന വീട് അത് ഇസ്ലാമികമായ അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കണം. മാത്രമല്ല, അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഏറ്റവും ചെറിയ പ്രായത്തിലാണ് നമ്മുടെ മക്കളെ ശ്രദ്ധിക്കേണ്ടത്. കുട്ടികൾ 6 മാസം മുതൽ 3 വയസ്സിനിടയിലുള്ള സമയം നമ്മളെ കുട്ടികളെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ട സമയമാണ്. കാരണം എന്താ അറിയോ, കുട്ടികളുടെ തലച്ചോറിൽ ന്യൂറോണുകളാണുള്ളത്. ഈ ന്യൂറോണുകൾ പരസ്പരം ചേരുന്ന സ്ഥലത്തിന് പറയുന്ന പേരെന്താ പറയുക, സിനാപ്സുകൾ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമായ അടിസ്ഥാന വിവരങ്ങൾ ശേഖരിക്കുന്നത് ഈ സിനാപ്സുകളിലാണ്. ആ സമയത്ത് കുട്ടി എന്താണോ കേൾക്കുന്നത്, കുട്ടി എന്താണോ കാണുന്നത്, കുട്ടി എന്തിനാണോ സാക്ഷ്യം വഹിക്കുന്നത്, അതാണ് ഭാവിയിലെ കുട്ടി. അതുകൊണ്ട് കുട്ടി നല്ലതേ കാണാവൂ, നല്ലതേ കേൾക്കാവൂ, നല്ലതിനെ സാക്ഷ്യം വഹിക്കാവൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു 2 വയസ്സുള്ള കുട്ടീൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ നിസ്കരിച്ചു നോക്ക്. ഇങ്ങനെ കൈകെട്ടി നിസ്കരിച്ചു, കുട്ടികൾ കൈകെട്ടും. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനം അവർ ഗ്രാസ്പ് ചെയ്തെടുക്കും. നമ്മളിങ്ങനെ അത്തഹിയാത്തിൽ ഇരുന്നിട്ട് വിരലിങ്ങനെ അനക്കൂലേ, കുട്ടി നോക്കിയിട്ട് ഇങ്ങനെ വിരലിങ്ങനെ അനക്കും. അതേ പറയുന്നത്, ഓരോ പ്രവർത്തനങ്ങളും അവരങ്ങനെ തന്നെ എടുക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികൾ നല്ലതേ കാണാവൂ, നല്ലതേ കേൾക്കാവൂ, നല്ലതിനെ സാക്ഷ്യം വഹിക്കും. ഇത് ഗൗരവതരമാണ്. കാരണം എന്താ പറയുക, ഒരു ദിവസം ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ ഞങ്ങളെ KG ക്ലാസ്സിൽ ഭയങ്കര ബഹളം. അപ്പോൾ KG ക്ലാസ്സിൽ ബഹളം കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ഒരു കുട്ടി കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഓടുകയാണ്. അപ്പോൾ മുന്നിൽ ഓടുന്നവനെ ഞാൻ എന്ത് ചെയ്തു, ഭയങ്കര ശബ്ദവും ഓടുന്നവനെ ഞാൻ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്താണ് മോനെ കയ്യിലെന്ന് ചോദിച്ചു. പറയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, മാഷൊരു മിഠായി തരാം. എൻ്റെ കുട്ടി പറയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ പറയില്ല എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും പറഞ്ഞു, മാഷ് നല്ലൊരു മിഠായി തരാം, എൻ്റെ കുട്ടി മാഷിനോട് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചിരിച്ചിട്ട് ആയിക്കോട്ടെ പറയാം. അപ്പോൾ അവൻ്റെ ചെറിയ കൈയെടുത്തിട്ട്, കുഞ്ഞും കൈയെടുത്തിട്ട് എൻ്റെ കയ്യിൽ വെച്ച് ഞാൻ വെറുതെ ഒന്ന് തുറന്നു നോക്കി ഒരു ചെറിയൊരു പേപ്പറിൻ്റെ കഷ്ണമാണ്. എന്താ ഉള്ളത്, ഒരു ലവിൻ്റെ ചിഹ്നം. 4 വയസ്സുള്ള കുട്ടീൻ്റെ കയ്യിൽ ഇത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എവിടുന്ന് കിട്ടിയാണ്, ഇത് ആര് തന്നാണ്? അപ്പോൾ ഓനിങ്ങനെ നിന്നിട്ട് പറയാണ്, ഓനെ ഒപ്പ് കൊടുത്താണ്, LKG ആണ് ക്ലാസ്. നമ്മളെ കുട്ടികൾ, ഇത്രയും ചെറിയ കുട്ടികളുടെ മനസ്സിൽ നിങ്ങളുടെ ആലോചിച്ചു, ഒരു 4 വയസ്സുള്ള കുട്ടീനെ രാവിലെ ഉമ്മ സ്നാക്സും ലഞ്ചൊക്കെ ബോക്സാക്കി വാട്ടർ ബോട്ടിലൊക്കെ വെച്ചു കൊടുത്ത് വണ്ടി കയറ്റുമ്പോൾ ഒരു മുത്തം കൊടുത്ത് വണ്ടിയിലേക്ക് കയറ്റിയിട്ട് വിടുകയാണ്. എൻ്റെ ഉമ്മ എനിക്ക് തന്ന, എന്നോട് കാണിക്കുന്ന സ്നേഹമല്ല ഈ ചിത്രത്തിലുള്ളത്, ഇത് വേറെന്തോ ആണ്. എവിടെ നിന്നാണ് ഈ കുട്ടി പഠിച്ചത്? അദ്ദേഹം പറയുന്നത് സോഷ്യൽ മീഡിയ, മൊബൈൽ എത്രത്തോളം നമ്മുടെ മക്കളെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ നേർ കാഴ്ചകളാണ് ഇന്ന് നമ്മുടെ കുട്ടികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു, ഇടുക്കിയിൽ 5 വയസ്സുള്ള അച്ചു എന്ന് പറയുന്ന പെൺകുട്ടി ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. ആരാ കൊല ചെയ്തതെന്നറിയോ? നിയമപാലകർ പറയാണ്, 10 വയസ്സുള്ള 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി. എങ്ങനെയാ കൊല ചെയ്തതെന്നറിയോ? ശാരീരികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ. ഞാൻ ചോദിക്കട്ടെ, 10 വയസ്സുള്ള കുട്ടിക്ക് എങ്ങനെയാണ് പീഡനം? കുട്ടി എങ്ങനെയാണ് പഠിച്ചത്? നിയമപാലകർ പറഞ്ഞെന്നറിയോ? അച്ഛനും അമ്മയും നിരന്തരമായി ഇത്തരം ഫിലിമുകൾ കാണും, അത് കുട്ടി കാണാനിടയായതാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോട് ഉപ്പമാരോട്, നമുക്കൊക്കെ നല്ല മക്കൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ നല്ലതേ കാണാവൂ, നല്ലതേ കേൾക്കാവൂ, നല്ലതിനെ സാക്ഷ്യം വഹിക്കാവൂ. അത് ഉറപ്പിച്ച് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റാണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ മക്കൾ നന്നാവും, നമ്മളെ മക്കൾ നന്നാവും. സൂറത്തു നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 മറകളെ കുറിച്ച് പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ലിയസ്തഅ്ദിനകുമുല്ലദീന മലകത് അയ്മാനുകും.
നിങ്ങളുടെ വീടുകളിൽ 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ വാപ്പാന്റെ ഉമ്മാന്റെ റൂമിലേക്ക് കുഞ്ഞുമക്കൾ കയറി വരരുതേ. പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത കുട്ടികൾ ഒരിക്കലും ഉമ്മാന്റെ ഉപ്പാന്റെ റൂമിലേക്ക് അനുവാദം ചോദിക്കാതെ കയറി വരരുത്. 3 സമയങ്ങളിൽ ഏതൊക്കെ സമയമാണ്? വമിൻ ഖബിലി സ്വലാത്തിൽ ഫജ്രി, അത് സുബഹിയുടെ മുമ്പാണ്. ഉപ്പയും ഉമ്മയും ഉറങ്ങിക്കിടക്കുന്ന സമയമാണ്. അനുവാദമില്ലാതെ കയറി വരാൻ പാടില്ല. രണ്ടാമത്തെ സമയം വഹീന തളഊന സിയാബകും മിനൽ ലഹീറ, വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് വിശ്രമിക്കുന്ന ഉച്ച സമയമാണ്. മൂന്നാമത്തെ സമയം വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ, അത് ഇശാ നമസ്കാര ശേഷമാണ്. കാരണം അവിടെ നടക്കുന്നത് പരിപാവനമായ ദാമ്പത്യമാണ്. കുട്ടികൾ കാണരുതേ, കുട്ടികൾ കേൾക്കരുതേ, കുട്ടികൾ സാക്ഷ്യം വഹിക്കരുതേ. പരിപാവനമാണ് ഉമ്മമാരെ, പരിപാവനമാണ് ഉപ്പമാരെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്നിട്ട് ആ 3 സമയത്തെ കുറിച്ചും ഖുർആൻ പറഞ്ഞ എന്താ അറിയോ? സലാസു ഔറാത്തിൽ ലക്കും, നിങ്ങളുടെ വീടുകളിൽ കാത്തു സൂക്ഷിക്കേണ്ട 3 ഔറത്തുകളാണ്, 3 മറകളാണ്. മറച്ചു വെക്കണേ, മറച്ചു വെക്കണേ, മറച്ചു വെക്കണേ. നമ്മൾ ചെയ്തത് കുട്ടീന്റെ കയ്യിൽ മൊബൈൽ അങ്ങോട്ട് കൊടുത്തു. എന്നാ കുട്ടി എന്താ കാണുന്നത് നമ്മളറിയില്ല, കുട്ടി എന്താ കേൾക്കുന്നത് നമ്മളറിയില്ല, കുട്ടി എന്തിനാ സാക്ഷ്യം വഹിക്കുന്നത് നമ്മളറിയില്ല. എന്താ അറിയോ, ഒരു പ്രശ്നം വീട്ടിൽ എന്തെങ്കിലും ഒരു ഉമ്മ ഒരു കാര്യം ഒരു പണിയെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടികൾ ഇങ്ങനെ കരയും, മൊബൈലിന് വേണ്ടി കരയും. കൊണ്ടുപോയിക്കോ, കയ്യിലങ്ങോട്ട് കൊടുത്തിട്ട് ജെ എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞാല് ജെ എന്തായാലും എനിക്ക് കുഴപ്പമില്ല, എനിക്കിപ്പം എൻ്റെ ഈ പണി ചെയ്താൽ മതി. ഇതാണ് പല ആളുകളുടെയും കൺസെപ്റ്റ്. പ്രശ്നമാണത്. എന്താ അറിയോ, 18 വയസ്സ് താഴെയുള്ള കുട്ടീൻ്റെ കയ്യിലേക്ക് നമ്മൾ മൊബൈൽ കൊടുക്കുമ്പോൾ ഒരു നിശ്ചിത ടൈം വെച്ചിട്ട് കൊടുക്കണം. അതിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ വേണം. ഇല്ലേ എന്താ അറിയോ, അത് മക്കളെ നിയന്ത്രിക്കുന്നൊരവസ്ഥ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ മോള് ഭയങ്കര കരച്ചില്ല. ഏത് മൊബൈൽ കൊടുക്കറ്റ്. എന്താ വെച്ചാൽ 2-3 ദിവസം ഞങ്ങൾ ഓളെ കുറച്ച് ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് നേരം ഇരുന്ന് വായിക്കേണ്ട പ്രശ്നം വന്നപ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ദിവസം 2 ദിവസം നിരന്തരം മൊബൈൽ കിട്ടി. 3-ാമത്തെ ഒന്ന് മൊബൈൽ 15 മിനിറ്റ് അതിൽ കൂടുതൽ തരൂല. അപ്പം എന്ന് വെച്ചാൽ 15 മിനിറ്റ് കഴിഞ്ഞ് വാങ്ങിയോടുകൂടി നിലത്ത് വീണ് അങ്ങോട്ട് ഉരുണ്ട് പെരണ്ട് ആകെ. ഇത് കാണുന്നതോടുകൂടി എന്ന് വെച്ചാൽ വല്യമ്മൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ കുട്ടീനെ കൊല്ലല്ലേന്ന് പറഞ്ഞിട്ട് വല്യമ്മ ഇങ്ങോട്ട് വരാൻ വരും, വാളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വരും. ആരും മരുവൊക്കെ നേരെ അല്ലേ, വാപ്പ അവിടുന്നുണ്ട് എന്തിനാ കുട്ടീനെ കരയിപ്പിക്കുക, അതങ്ങോട്ട് കൊടുത്തൂടെ എന്ന് ചോദിക്കും. അപ്പം അപ്പോൾ ഈ ആ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ കുട്ടിക്കടുത്ത് ചിലപ്പോൾ മൊബൈൽ കൊടുക്കരുത്, കുറച്ച് കരയട്ടെ. കുട്ടികളൊക്കെ ആകുമ്പോൾ കരയണം. അപ്പോൾ കുട്ടികൾ ഇവിടെ ഉണ്ടാവും, കല്ലൊന്നും എടുത്ത് എറിയരുത് കേട്ടോ. ഇയാൾ പറയുന്നത് മൊബൈൽ കൊടുക്കരുത് എന്നാണ് അല്ലേ, എന്നാണ് കുട്ടികൾ വിചാരിക്കുന്നത്. അങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞത്. പക്ഷെ കൊടുക്കരുത്. 18 വയസ്സിൽ താഴെയുള്ള ശരിയും തെറ്റും മനസ്സിലാക്കാൻ കഴിയാത്ത പ്രായത്തിൽ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ നിങ്ങൾ കൊടുക്കാൻ എന്ത് ചെയ്യണമെന്നറിയോ? മൊബൈലിൻ്റെ കുട്ടികളുടെ കയ്യിലുള്ള മൊബൈലിൻ്റെ നിയന്ത്രണം നമ്മുടെ മൊബൈൽ വേണം, ഫാമിലി ലിങ്ക് വഴി. എന്നിട്ട് എന്ത് അറിയോ, 15 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോലെ മൊബൈലൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫോട്ടോ നോക്കി ഇങ്ങനെ ഇരിക്കാൻ പറ്റും, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എന്താ പറയുക, വിളിച്ചിട്ട് പറയും മെച്ചിയെ ഒന്ന് തുറന്നു തരുമോ, അപ്പച്ചി ഒന്ന് തുറന്നു തരുമോ എന്ന് ചോദിക്കും. ആ സമയത്ത് നമ്മൾ തുറന്നു കൊടുക്കാം. ഏത് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് തുറന്നു കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ പറയുക, ഇപ്പം നിസ്കരിച്ചു, ലോഹർ നിസ്കരിച്ചു, നിസ്കരിച്ചില്ലേ, എന്നാൽ ഒരു 10 മിനിറ്റ് കളിക്കാൻ തരും അല്ലേ, ഖുർആൻ എന്നൊക്കെ ഒരു ഗിഫ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത്തരം കാര്യങ്ങൾ കൊടുക്കാമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യരുത്, കുട്ടികൾക്ക് നമ്മൾ കൊടുക്കരുത്. അത് കൊടുത്താൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ ഒരുപാടാണ്, അത് ചെറുതൊന്നുമല്ല. ഇങ്ങോട്ട് നോക്ക്, പിന്നെ ഇപ്പോൾ WHO പുതിയൊരു കണക്ക് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അഡോളസൻസിലുള്ള കുട്ടികളാണ്. എന്ന് പറഞ്ഞാൽ 13 വയസ്സിൻ്റെ 20 വയസ്സിൻ്റെ ഇടയിലുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ, മാനസിക സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ. എന്താണെന്നറിയോ, അത് പറയുമ്പോൾ പിന്നെ WHO പറയുന്നത് എന്താ വെച്ചാൽ, പിന്നെ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ കാണുന്നതെന്ന്. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ ഒരു കുട്ടി ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അവന് വെറുതെ ഒന്ന് നോക്കും, ഇത്ര ആൾ കണ്ട്, ഇത്ര ആൾ ലൈക്ക് അടിച്ച്, ആരെന്തൊക്കെ കമൻ്റൊക്കെ ഇട്ടാന്നൊക്കെ ഇങ്ങനെ വെറുതെ നോക്കുമ്പോൾ എന്താണ്, 2 ആളെ കണ്ടിട്ടുള്ളൂ. അതോടുകൂടി മാനസികമായിട്ട് അവൻ തകരുന്നു എന്നാണ്. ലൈക്ക് ബട്ടൺ കണ്ടുപിടിച്ച ആൾ വരെ പറഞ്ഞെന്താ വെച്ചാൽ, ഇത് ആളുകളുടെ സന്തോഷവും ആനന്ദവും അത് പ്രകടിപ്പിക്കാനുള്ളൊരു സ്പേസ് ആയിട്ടാണ് ഞാൻ ലൈക്ക് ബട്ടൺ കണ്ടത്. പക്ഷെ ആ ലൈക്ക് ബട്ടൺ പോലും ഒരുപാട് മനുഷ്യരുടെ മനസ്സിൻ്റെ നില തെറ്റിക്കുന്ന ഒന്നാണ് എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ മാനസികമായി തകർന്നു എന്നാണ് പറയുന്നത്. ലൈക്ക് ബട്ടൺ കണ്ടെത്തിയ ആൾ പറയണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ വെച്ചാൽ
നമ്മുടെ മൊബൈലിൽ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികളെ കയ്യിൽ കൊടുക്കണം. അല്ലാതെ നമ്മൾ ഒരിക്കലും അങ്ങനെ വിട്ടുകൊടുക്കരുത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് നല്ലതാണ് അവർ കേൾക്കേണ്ടത്, നല്ലതാണ് അവർ കാണേണ്ടത്, നല്ല സാഹചര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ സൃഷ്ടിക്കേണ്ടത്, വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ നിസ്കാരം പ്രാക്ടിക്കലായി നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നടക്കണം. ഇതൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയണമെന്ന് വെച്ചാൽ, ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, മക്കളോട് സ്നേഹം കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മക്കളെ സ്നേഹിക്കുക എന്നുള്ളത്, ഇപ്പൊ പല രക്ഷിതാക്കളും പറയാൻ എൻ്റെ മക്കളോട് സ്നേഹമില്ലാതിരിക്കും, എൻ്റെ ഭാര്യനോട് എനിക്ക് സ്നേഹമില്ലാതിരിക്കും എന്നാണ് പലരും ചോദിക്കല്. സ്നേഹം എന്ന് പറയുന്നത് അത് ഉള്ളിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളത്, അത് പ്രകടിപ്പിക്കാനുള്ളതാ. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ അഖറ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു വന്നപ്പോ പ്രവാചകൻ തന്റെ പേരക്കുട്ടികളെ പിടിച്ച് ചുംബിക്കുന്നത് കണ്ടപ്പോ ചോദിക്കാണ് നബി തങ്ങളോട്, നബിയേ, എനിക്ക് 10 മക്കളുണ്ട്, ഒരു മക്കളെപ്പോലും ഞാൻ ഇന്ന് വരെ ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ലോകത്തിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിലേക്ക് രൂക്ഷമായി നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ നിന്ന് അല്ല കാരുണ്യം എടുത്തു കളഞ്ഞതിന് ഞാൻ ഉത്തരവാദിയാണോ? നിന്റെ ഹൃദയത്തിൽ കരുണ ഉണ്ടോ? നിന്റെ മക്കളെ നീ ചുംബിക്കും. അപ്പൊ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ കരുണയും സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ മക്കളെ ചുംബിക്കും. പക്ഷേ നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്താ അറിയോ, ഒരു 4 വയസ്സ് വരെ ചുംബിക്കാൻ പാടുള്ളൂ, പിന്നെ ചുംബിക്കാൻ പാടില്ലെന്ന് ആരാ പറഞ്ഞു? നമ്മുടെ മക്കളെ ഏത് പ്രായത്തിലും നമുക്ക് ചുംബിക്കണം. അവർക്ക് തോന്നണം എൻ്റെ ഉമ്മക്ക് എന്നെ ഇഷ്ടമാണ്. നിങ്ങൾ നോക്കൂ, അവിഹിതമായ ബന്ധങ്ങളിലേക്ക് പോകുന്ന പുതിയ തലമുറയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പുതിയ കുട്ടികളെ കുറിച്ച് ഇപ്പം 7ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ലവർ ഉണ്ടാവുന്നതാണ്. ഇപ്പം എങ്ങനെയാണെന്നറിയോ, ആൺകുട്ടിക്ക് 3 ആൾ ഉണ്ടാവുന്നതാണ്. ഒരാൺകുട്ടിക്ക് 3 ആളുണ്ട്. ഒന്ന് ബെസ്റ്റി, 2 ലവർ, 3ാമത്തത് ക്രഷ് തോന്നിയ പെണ്ണ്. 3 ആളുണ്ടാവുന്നതാണ്, 3 പെൺകുട്ടികൾ ഉണ്ടാവുന്നതാണ്. ഈ ബെസ്റ്റീൻ്റെ പണി എന്താ അറിയോ, ഓനിക്ക് ലവർ ഉണ്ടാക്കി കൊടുക്കലും പിന്നെ ഒരു ക്രഷിനോടുള്ള ബന്ധങ്ങളൊക്കെ നിലനിർത്തുക. ഇതാണോ ഓളെ പരിപാടി? നിങ്ങളുടെ ആലോചിച്ചു. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ മക്കൾ നിങ്ങൾ പരിശോധിച്ചോളൂ. അവിഹിത ബന്ധങ്ങളിലേക്ക് പോകുന്ന മക്കൾ എന്താ അറിയോ, അവരെങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ, സ്നേഹം അവർക്ക് ഇവിടെ വീട്ടിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ അവർ സ്നേഹം അന്വേഷിച്ചു പോകുന്നു. സ്നേഹവും പരിഗണനയും കിട്ടുന്നത് എവിടെയാണോ അവിടെ ചെന്നിട്ട് അറിയാതെ കയറി പോകുന്നു. പക്ഷെ അതെന്തായിരിക്കും, അത് കൃത്രിമമായ സ്നേഹമാണെന്ന് തിരിച്ചറിയാൻ സമയം വൈകിപ്പോകും. അത് വലിയ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു പറയല്ല, അത് വലിയ പ്രശ്നമാണ്. എന്താ അറിയോ, ഏറ്റവും കൂടുതൽ ഉമ്മമാരുടെ ഒരു പ്രശ്നം എന്താ അറിയോ, ഉമ്മമാരെന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ എന്താ അറിയോ, ഈ രാവിലെ എണീച്ചിട്ട് എല്ലാ പണിയും ഉമ്മമാരാണ് ചെയ്യണത്. ഇപ്പം രാവിലെ ഒരു 7 മണിക്ക് അടുക്കളയിൽ ഇങ്ങോട്ട് ഒരു 6:30 അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഒരു 1 മണി വരെയൊക്കെ അടുക്കളയിലെ സ്ഥിതി എന്തായിരിക്കുന്നത്. ഇപ്പം ഞാൻ പറയാൻ എന്താ വെച്ചാൽ, ഈ ക്ഷേത്രത്തിലൊക്കെ ഉണ്ടാവില്ലേ വാളും പിടിച്ച് നടക്കുന്ന ഒരാൾ, ശരിക്കും വെളിച്ചപ്പാടിൻ്റെ ഒരു അവസ്ഥയായിരിക്കും. അതിൻ്റെ ഇടയിൽ ഉമ്മനോട് എന്തെങ്കിലും ചോദിച്ചാൽ ഭയങ്കര മിക്ക വീടിൻ്റെ ഒരു അവസ്ഥയാണ്. ചില സമയത്ത് വൈകുന്നേര സമയത്തൊക്കെ വെളിച്ചപ്പാട് ഇങ്ങനെ ആവും ഉമ്മ. അതെന്താ വെച്ചാൽ ഉമ്മൻ്റെ മാനസിക സമ്മർദ്ദമാണ്. ഭയങ്കര പ്രശ്നമാണത്. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. രാവിലെ എണീറ്റ് പിന്നെ 8 മണിക്ക് മോന് പോകണം, 8 മണിക്ക് മകന് പോകണം സ്കൂളിലേക്ക്. അപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഉമ്മ നേരത്തെ എണീറ്റ് പിന്നെ സുബൈക്ക് നിസ്കരിച്ചിട്ട് ഇങ്ങനെ നോക്കും, പഠിച്ചോനെ കുറച്ചുകൂടെ സമയമുണ്ടല്ലോ ഒന്ന് ഉറങ്ങാം, ഒരു 10 മിനിറ്റ് ഉറങ്ങും. 10 മിനിറ്റ് എന്നുള്ളത് ചിലപ്പോൾ 7-7:30 മണി വരെ ഉറങ്ങിപ്പോകും. പിന്നെ അരമണിക്കൂർ അവിടെ ഉണ്ടാവുള്ളൂ. അരമണിക്കൂർ കൊണ്ട് 3 മക്കളെ കുളിപ്പിക്കണം. അവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണം, ലഞ്ച് വേണം, സ്നാക്സ് വേണം, അവരുടെ ഡ്രസ്സ് അയൺ ചെയ്യണം. ഈ ഒരു ഇവൻ്റ് വരുന്നതോടുകൂടി കൈ വറക്കാൻ തുടങ്ങും, ഹൃദയം പടക്കാൻ തുടങ്ങും. അവിടെകൂടി എന്ത് ചെയ്യുന്ന വെച്ചാൽ മോനൊരു വിളിക്കും, മോനെ എണീക്കടാന്ന് പറയും. പിന്നെ എന്താ വെച്ചാൽ ദോശ ചുടുന്നതിൻ്റെ ഇടയിൽ ചട്ട കെടുത്തിട്ടാൽ പിന്നെ അങ്ങോട്ട് ചെല്ലുക. പിന്നെ അവിടെ നടക്കുക എന്താണെന്ന് വെച്ചാൽ വെളിച്ചപ്പാടിൻ്റെ അവസ്ഥയായിരിക്കും അവിടെ ഉണ്ടാകുക. ബദറു ഉഹുദു ഹന്തക്കൊക്കെ നടക്കും. പിന്നെ എങ്ങനെയാണ് നമ്മുടെ മക്കൾ നന്നാകുക? ഭയങ്കര പ്രശ്നമാണ്. സ്നേഹം അവർക്ക് കൊടുക്കണം എന്നൊക്കെ ഉമ്മമാർ വിചാരിക്കും, പക്ഷേ ഉമ്മമാർക്ക് കഴിയുന്നില്ല. മാത്രമല്ല നിങ്ങൾ നോക്ക്, ഉമ്മമാരെങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് തിരുത്തി കഴിഞ്ഞാലും കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ, പിന്നെ ഉമ്മ വിളിച്ചു പറയും, പിന്നെ അന്ന് എന്നോട് അങ്ങനെ ചെയ്തില്ലേ, ഏത് കുട്ടി തെറ്റൊക്കെ തിരുത്തി ഞാനിനി ചെയ്യൂല എന്നൊക്കെ പറഞ്ഞാലും ഉമ്മമാരെന്തായാലും അറിയോ, ഉമ്മമാരെ പിന്നെയും വിളിച്ചു പറയും. ഇന്നാളൊരു കുട്ടീൻ്റെ അടുത്ത് വന്നപ്പോൾ ആ കുട്ടി പറയാണ്, ഉസ്താദേ ഞാൻ അതൊക്കെ ഒഴിവാക്കി, ഇപ്പം നല്ലപോലെ ഉഷാറായിട്ട് പോവാണ്. പക്ഷെ എന്താ അറിയോ, ഞാൻ ഉമ്മയും തമ്മിൽ തെറ്റിയ ഉമ്മ വീണ്ടും അത് വിളിച്ചു പറയും. അപ്പം ഞാൻ വിചാരിച്ചെന്ത്, അപ്പം ഞാൻ ചെയ്യാത്ത കുറ്റത്തിന്